പടത്തിനകത്ത് നമ്മൾ ട്രെയിലറിലൊക്കെ പറയുന്ന സമയത്ത് ഡീജ അവനെ ഇടിച്ചിട്ടോ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഒക്കെ നമ്മൾ കണ്ടു. ഭയങ്കര ഡീജനെ ഭയങ്കര വിശ്വാസമൊക്കെ ഉള്ള പോലെ. അപ്പൊ ശരിക്കും കണ്ടല്ലേ കുറച്ച് ഈ ഡീജന് അത്രയും വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാഹുബലി നിൽക്കുന്നു കട്ടപ്പ പോലെ അങ്ങനെയാണോ ഡീജ ശരിക്കും ജോജോന്? അങ്ങനെയാണോ? ജോജോന്റെ ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, കായികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പുള്ളിയാണോ? അല്ല, ഒരു ജോജോ എന്താ ജോജോന്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് ഈ ഡി ജെ എന്ന് പറയുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡി ജെ ഉണ്ടാവും മുമ്പിൽ എന്നുള്ളൊരു കോൺഫിഡൻസിൽ നടക്കുന്ന ഒരാളാണ് ജോജോ. ഒന്നുകൂടെ ഡി ജെ മാത്രമല്ല, അതെ എല്ലാരും ഈ ഒരു ടീം ഞങ്ങളുടെ പരിപാടി ജോജോ ഒന്നുകൂടെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഡി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടെ ബുദ്ധിയില്ലാണ്ട് സീരിയസ്ലി ലിറ്ററലി ആ ഒരു ടപ്പേ പരിപാടി. സോ ജോജോ നീഡ്സ് ദിസ് ക്യാരക്ടർ, ഡി ജെ ക്യാരക്ടർ എല്ലാവരും വേണം. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ കാണിക്കുമ്പോൾ തന്നെ കുറെ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്, ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാരെയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ജോജോയുടെ തോട്ടിനെ ജോജോ എക്സ്പ്രസ് ചെയ്യുന്നത് ജോജോനെ എക്സ്പ്രസ് ചെയ്യുന്നത് കുറെ അവൻ കാണുന്ന ക്യാരക്ടറിനെ ആദ്യം മനസ്സിലാക്കി അവരുടെ ഒരു സൈഡ് എന്താന്ന് അറിഞ്ഞിട്ട് ആ ഒരു സൈഡ് അവർക്ക് കൊടുക്കും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോജോ. അങ്ങനെ ജോജോ ഒരു ചെറിയൊരു പരിപാടി, എനിക്ക് വലിയ അറിവില്ല, കാണുന്ന ക്യാരക്ടറിൽ നിന്നൊക്കെ കാര്യങ്ങൾ പിടിച്ചിട്ട് ആരാണോ അവിടെ വീക്ക്, അവൻ്റെ സൈഡ് എവിടെയാണോ വീക്ക് ആ സൈഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോജോ ആളെ യൂസ് ചെയ്തിട്ട് പോസിറ്റീവ്ലി യൂസ് ചെയ്തിട്ട് അത് സക്സസ് ആക്കി എടുക്കും എന്നുള്ളതാണ്. അതാണ് ഉടനീളം ഒരു പടത്തിൻ്റെ ഇതിൽ കൂടെയും പോണത്. ഈവൻ ഏജ് ഡിഫറൻസ് ഒന്നും നോക്കുന്നില്ല ജോജോ എന്ന് പറഞ്ഞ ക്യാരക്ടർ. എല്ലാവരെയും മാനിപ്പുലേഷൻ എന്ന് പറയാം, പക്ഷെ പോസിറ്റീവ്ലി ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേഷൻ പോസിറ്റീവ്ലി പഴപ്പിക്കല്ല. ഈ ശരിക്കും നമ്മുടെ ബോക്സേഴ്സ് ഒക്കെ അവരുടെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് ലിഡ് കിട്ടിയിട്ട് ആകെ ബ്ലാക്ക് ഔട്ടായി, കുറെ നേരം ഒന്നും കാണാൻ പറ്റാണ്ടായി, അങ്ങനത്തെ അവസ്ഥകൾ നടന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഷൂട്ടിംഗ്? ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞപ്പോ എന്നെ വെള്ളത്തിൽ മുക്കിയിടാൻ കൊണ്ടുപോയി. മറ്റേ ഇതില്ലേ കോൾഡ് വാട്ടറിൽ, കാരണം ഒന്നും ഓർമ്മയില്ല, ഐസ് ബാത്തിന് തലൊക്കെ പോയിട്ട് ബോഡിയൊക്കെ ആകെ പെയിനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉണ്ട്, ഓരോരുത്തർക്ക്. അങ്ങനെ ഇടി കിട്ടി ജുഗുനാരായ സമയം ഉണ്ടായിരുന്നു. അല്ല, എനിക്കങ്ങനെ ഇടി കിട്ടി ജുഗുനാരുണ്ടായിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഇവരെ കോച്ചാണല്ലോ, ഞാൻ ബോക്സ് ചെയ്യണില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, പണ്ടത്തെ ഫ്ലാഷ് ബാക്കിൽ അങ്ങനെ ഒരാൾ ഇടിച്ചിടുന്നു അങ്ങനത്തെ കാലഘട്ടമൊന്നും കാണിക്കില്ലല്ലോ പടത്തില്? അതൊക്കെ പടം ശരി, അത് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്കാണ് ഇടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടി കൊള്ളണ്ട, ഇടി കാണുക എന്നുള്ളതാണ്. കണ്ടിട്ട് എന്റെ കിളി പോയി, ഒരു കിളി പോണായി കണ്ടിട്ട്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയ? ഇല്ല, ബ്ലാക്ക് ഔട്ട് ഉണ്ടായിട്ടില്ല. ട്രെയിനിങ് ടൈമിലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. 2 സെക്കൻഡിന്റെ കിളി പോയിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ മുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇല്ല, അത് പടം കാണുമ്പോ മനസ്സിലാവും. സന്ദീപിന് അങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് ചെറിയൊരു കഴുത്തിനൊരു ചെറിയൊരു ഉളുക്ക് പോലത്തെ മറന്നുപോയി. ഒരു തിരുമൽ സെഷൻ വേണ്ടി വന്നു. എല്ലാവരും തലച്ചോറൊന്ന് റീബൂട്ടായി. അങ്ങനെ ഉണ്ടായിരുന്നോ? ശരിക്കുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ബ്ലാക്ക് ഔട്ട് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ബോക്സിംഗ് അല്ലേ, നിങ്ങൾക്ക് ആകെ ഒലക്ക വെച്ചുള്ള ഒരു പരിപാടികളല്ലേ ഉള്ളൂ? ഇല്ല, അങ്ങനല്ല പരിപാടിയിട്ട് ഒലക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പകുതി കഴിഞ്ഞിട്ടൊക്കെ വരുന്നല്ലേ. ഫ്രാങ്കോൻ ഉണ്ടായിരുന്നു അങ്ങനെ? സൺറൈസിലായിരുന്നു എന്റെ ഫൈറ്റ് നടക്കും. ആക്ച്വലി ഒന്നുകൂടെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഫൈറ്റ് ഫ്രാങ്കോടെ തോന്നുന്നതാണോ? 3 ഷോണിന്റെ ഫൈറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഫൈറ്റുകളുണ്ട്, 2-3 ഫൈറ്റുകളുണ്ട്. കിടക്കുമ്പോഴായിരുന്നു അല്ല, ഓരോരുത്തരുടെ ഫൈറ്റിനും ഓരോ ഇമോഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ
ഓരോ പരിപാടികളുണ്ട്. വെറുതെ ഫിറ്റ് അല്ല, ഓരോരുത്തരും ഓരോ സ്റ്റൈലും പരിപാടികളുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റൈൽ എന്ന് വെച്ചാൽ സൺറൈസിൽ അതായിരുന്നു അങ്ങനത്തെ ഒരു പരിപാടി. ഇടി കിട്ടി ബോധമൊന്നും പോയിട്ടില്ല, പക്ഷെ സൺറൈസിലായിരുന്നു. വിഭജനം അങ്ങനെ ഇല്ലല്ലോ അല്ലേ? നമ്മൾ ഈ വക പരിപാടിക്കൊന്നുമില്ല. സേഫ് പ്ലേ. കടലൊക്കെ പക്ഷേ ഏറ്റവും കൂടുതൽ ചവിട്ടും കുത്തൊക്കെ കിട്ടണതിന്റെ പിടുക്ക് എന്താ ഇങ്ങനെ ഇപ്പൊ പടം അങ്ങനെയല്ല. അങ്ങനെ ഓക്കെ ഓക്കെ സ്പോയിലേഴ്സ്. ഓക്കെ. ഈ ബേസിക്കലി ആൾക്കൂട്ടത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നോ ചെറുപ്പം മുതലേ? അതായത് ഇപ്പൊ എല്ലാവരും ഇപ്പൊ എടുക്കണ അതെങ്ങനെ സാധാരണ ആൾക്കാർ അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആയിരുന്നില്ലല്ലോ ബേബി തുടങ്ങുന്ന സമയത്ത്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനൊന്നും അത്ര വളർന്നിട്ടില്ല, ഡെവലപ്പ് ആയിട്ടില്ല, അത്ര ഫാൻ ഫോളോയിങ്ങും ഇല്ല. സാധാരണ ആൾക്കാർ ചൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഇൻസ്ട്രുമെന്റൽസ് ഇല്ലാത്ത മ്യൂസിക് റാപ്പ്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ എനിക്ക് ഗിറ്റാർ മേടിച്ച് തരാനും അല്ലെങ്കിൽ മറ്റേ ചെണ്ട മേടിച്ച് തരാനൊക്കെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റാപ്പ് ചൂസ് ചെയ്യില്ല. ഓക്കെ, മനസ്സിലായി? അതായത് സാധാരണക്കാർ ചൂസ് ചെയ്യുന്ന സാധനമാണ് റാപ്പ്. സാധാരണക്കാർക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണ് റാപ്പ്, എക്സ്പ്രഷനാണ്. നമുക്ക് വേറെ ഇൻസ്ട്രുമെന്റിലും പറ്റിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ട് പറ്റണ പരിപാടി ചെയ്യാന്നുള്ള സാധനമാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇന്നതൊന്നും ഇല്ലല്ലോ ഒരു ആർട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. നമുക്ക് കിട്ടണ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആർട്ട് എക്സ്പ്രസ് ചെയ്യാന്നിട്ടല്ലോ. ഈ മ്യൂസിക്കിനെ വെച്ചിട്ട് സിനിമ അത് എത്രമാത്രം എക്സ്പ്രസീവ്, അത് അതിനുള്ള സാധ്യതകൾ? അത് എനിക്ക് സാധ്യതകൾ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു എൻ്റെ ബൻഡാന എന്നൊരു ട്രാക്ക് ഞാൻ ഒരു കൊല്ലത്തോളം വർക്ക് ചെയ്തിട്ട് ഞാനത് ഇറക്കി. ആ വീഡിയോ റഹ്മാൻക്ക് കാണാൻ ഇടയായി. അത് ഞാൻ നമ്മുടെ മാഹിർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അവനെ ഞാൻ അത് ഡയറക്റ്റ് ചെയ്യിപ്പിച്ച്. അപ്പൊ അത് കണ്ടിട്ടാണ് റഹ്മാൻക്ക മാഹിറിനെ അസോസിയേറ്റ് ചെയ്യാൻ വിളിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ക്രിയേറ്റീവ് എടുത്ത് പ്രൊഡക്റ്റിൽ കണ്ടിട്ട് റഹ്മാൻക്ക വിളിച്ചെന്നുള്ളതിൽ ആ കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. എന്റെ കാര്യം ആലോചിച്ചിട്ട് വലിയ എത്തുമ്പോഴൊന്നും നോ പ്ലാൻസ് ടു പ്ലാൻ ഒന്നുമില്ല. ബെറ്റർ ആവുക എന്നുള്ളതാണ് പേഴ്സണാലിറ്റി, വേറെ ഒന്നും. എന്നത് ഈ ഖാലിദ് റഹ്മാൻ, അതെ ഖാലിദ് റഹ്മാൻ സിനിമകളിലൊരു പ്രത്യേകത, ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സീൻസിനെ തന്നെ അദ്ദേഹം വേറെ രീതിയിലായിരിക്കും ഇപ്പോൾ കൺസീവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താ പറയുക, അനുരാഗ് കരിക്കുമ്പളത്തിലാണ് ആദ്യമായിട്ട് ഒരു നായികയുടെ പ്രേമം പൊളിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വരുന്നൊരു സീക്വൻസ് ഒക്കെ വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു കല്യാണ പേരയിൽ അങ്ങനത്തെ ഒരു ഇടീസ്, കല്യാണ പേരയിൽ നടക്കുന്ന ഇടികളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും ഹൈ ഒക്ടൈൻ സീക്വൻസ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാന്നൊക്കെയുള്ള ഐഡിയ ഖാലിദ് റഹ്മാൻ്റെയാണ്. ആ വിധത്തിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ പരിപാടി ആലപ്പുഴ ജിംഖാനയിൽ ഉണ്ടാവുമോ? ഖാലിദ് റഹ്മാന്റെ ഒരു സിഗ്നേച്ചർ പടത്തിലുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പുള്ളിയുടെ ഫിലിമോഗ്രാഫി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പുള്ളി ഒരേപോലത്തെ സിനിമ ഇതുവരെ ചെയ്തിട്ടില്ല. പുള്ളിക്ക് ഉറപ്പായിട്ടും പുള്ളി ഇതുവരെ ചെയ്യാത്തൊരു സിനിമ തന്നെയായിരിക്കും ആലപ്പുഴ ജിംഖാന. അത് പുള്ളിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ പടം സംഭവിച്ചത്. അത് തീർച്ചയായിട്ടും ഇത് ഖാലിദ് റഹ്മാൻസ് മൂവി എന്നുള്ളൊരു സിഗ്നേച്ചർ ഇതിലുണ്ട്.